ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രുചികരമായിട്ടുള്ള ലെമൺ റൈസ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ റൈസ് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ലെമൺ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ലെമൺ റൈസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് ഈ ഒരു റൈസ് നല്ലെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. കപ്പലണ്ടി ഞാനിവിടെ പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറുത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ ഒരു ടൈമിലെല്ലാം ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനൊപ്പം കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കപ്പലണ്ടിയും എല്ലാം പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു റൈസിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും ഉണക്കമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കായത്തിൻ്റെ പൊടിയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കായത്തിൻ്റെ പൊടി ഒരു 2 പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ റൈസ് ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് അനുസരിച്ചിട്ടുള്ള അളവിൽ വേണം നമ്മളിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്ക് ചെയ്തെടുത്ത 2 കപ്പ് ബസ്മതി റൈസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബസ്മതി റൈസിന് പകരം നമുക്കിതിലേക്ക് പൊന്നി റൈസോ പച്ചരിയോ ഉപയോഗിക്കാവുന്നതാണ്. ലെമൺ റൈസിന് മട്ട റൈസ് അത്ര നന്നാവില്ല. ഇനി 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം റൈസ് എടുത്തിട്ടുണ്ടോ, നമുക്ക് എത്രത്തോളം പുളി ആവശ്യമുണ്ടോ ആ ഒരു അളവിൽ നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ലെമൺ റൈസിന് വേണ്ടിയിട്ട് റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അധികം വെന്ത് കുഴഞ്ഞു പോകാതെ വേണം റൈസ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഫൈനലി നമ്മളിതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകുന്ന ഈ ലെമൺ റൈസ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.